ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ JKN ടോക്കീസ്. ഇന്ന് നമ്മുടെ ടോപ്പിക് ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ സ്കീംസ്. ഇപ്പോൾ നിലവിൽ ഗവൺമെൻറ്റിന് 2 പെൻഷൻ സ്കീംസ് ആണുള്ളത്. 2004 ഇൻട്രൊഡ്യൂസ് ചെയ്ത NPS നാഷണൽ പെൻഷൻ സ്കീമും 2025 ഇൻട്രൊഡ്യൂസ് ചെയ്ത UPS യൂണിഫൈഡ് പെൻഷൻ സ്കീമും. ആദ്യം ഇവ രണ്ടിനെയും കുറിച്ചും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഓരോന്നിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും, പിന്നെ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺക്ലൂഷനിൽ നമുക്കെത്താം. ആദ്യം NPS ആർക്കൊക്കെ ചേരാം? 18 മുതൽ 70 വയസ്സ് വരെയുള്ള ആർക്കും ചേരാം. പിന്നെ ഗവൺമെൻറ് എംപ്ലോയീസ്, പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ്, പിന്നെ NRIs ചില നിബന്ധനകളോടെ. NPSൻ്റെ മെയിൻ അക്കൗണ്ട് 60 വയസ്സ് വരെ ലോക്ക്ഡ് ഇൻ ആണ്. NPSന് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. 2 ലക്ഷം രൂപ വരെ ഓൾഡ് ടാക്സ് റെജീമിൽ എക്സംപ്റ്റഡ് ആണ്. ഇത് NPSൻ്റെ മാത്രം പ്രത്യേകതയാണ്. NPSൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക ഗവൺമെൻറ്, അതായത് PFRDA, പെൻഷൻ ഫണ്ട്സ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, എവിടെയൊക്കെയാണ് അലക്കേറ്റ് ചെയ്യുന്നത്? 1 ഇക്വിറ്റി, അതായത് ഷെയർ മാർക്കറ്റ്. 2 കോർപ്പറേറ്റ് ബോണ്ട്സ്. അടുത്തത് ഗവൺമെൻറ് ബോണ്ട്സ്. പിന്നെ ഓൾട്ടർനേറ്റീവ് അസറ്റ്സ്, ട്രസ്റ്റ്, മറ്റുമൊക്കെ. നമ്മുടെ പ്രായം കൂടുന്തോറും ഗവൺമെൻറ് ബോണ്ട്സ്, കോർപ്പറേറ്റ് ബോണ്ട്സ്, ഇവയിലുള്ള നമ്മുടെ തുകയുടെ അലക്കേഷൻ ഗവൺമെൻറ് കുറേശ്ശെ കൂട്ടും. വേറൊന്നുമല്ല, ഫൈനാൻഷ്യൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇതുകൂടാതെ ഈ അലക്കേഷൻ്റെ പെർസെൻറ്റേജ് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനുണ്ട്. പക്ഷെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വിറ്റി ഷെയർ മാർക്കറ്റ്, അതിൽ മാക്സിമം നമ്മുടെ ഫണ്ടിൻ്റെ 75% അലക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. NPSൻ്റെ ഒരു പോരായ്മ, NPSൻ്റെ റിട്ടേൺസ് ഫിക്സഡ് അല്ല. ലോങ് ടേമിൽ ഒരു 9 to 12% റിട്ടേൺസ് കിട്ടും. പക്ഷെ എന്നാലും മാർക്കറ്റിൻ്റെ കയറ്റിറക്കങ്ങൾ NPSൻ്റെ റിട്ടേൺസിനെ ബാധിക്കും. ഇത് പരിഹരിക്കാനായിട്ട് ജനുവരി 13 ഗവൺമെൻറ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. NPSൻ്റെ വിഡ്രോവൽ റൂൾസ് എങ്ങനെയെന്ന് നോക്കാം. 60 വയസ്സ് തികയുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുകയുടെ 60% ലംസം എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും, ടാക്സ് ഫ്രീ. ബാക്കി 40% വെച്ചാണ് പെൻഷൻ ഫിക്സ് ചെയ്യുന്നത്. ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പറഞ്ഞ 40% എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടാത്ത ഓപ്ഷനുണ്ട്, ലൈഫ് ഒൺലി ആനുവിറ്റി ഓപ്ഷൻ. തിരിച്ച് കിട്ടുന്ന ഓപ്ഷനുണ്ട്, റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ് ഓപ്ഷൻ. ആശ്രിതരാരുമില്ല, സിംഗിളാണ് എങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. കാരണം സെക്കൻഡ് ഓപ്ഷനേക്കാൾ ഫസ്റ്റ് ഓപ്ഷനിൽ 20 മുതൽ 30% വരെ പെൻഷൻ കൂടുതലാണ്. രണ്ടാമത്തെ ഓപ്ഷൻ റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ് ഓപ്ഷൻ. ആശ്രിതരുണ്ടെങ്കിൽ ഈ ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം ഇതിൽ വ്യക്തിക്ക് മരണം വരെ പെൻഷൻ ഉണ്ടാവും. വ്യക്തി മരണപ്പെട്ടാൽ സ്പൗസിന്, അതായത് പാർട്ട്ണറിന് വേണമെങ്കിൽ ആ 40% തുക തിരിച്ചു വാങ്ങാം. ഇല്ലെങ്കിൽ സ്പൗസിൻ്റെ മരണം വരെ ഫാമിലി പെൻഷൻ ഉണ്ടാവും. അതിനുശേഷം ഡിപ്പെൻഡൻസ്, കുട്ടികളോ മറ്റോ, അവർ ആരാണോ നോമിനേറ്റ് ചെയ്യുന്നത്, അവർക്ക് ആ 40% എമൗണ്ട് വാങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ NPSൻ്റെ റിട്ടേൺസ് ഫിക്സഡ് അല്ല. കാരണം മാർക്കറ്റിൻ്റെ കയറ്റിറക്കങ്ങളെ ബേസ് ചെയ്താണ് NPSൻ്റെ റിട്ടേൺസ്. ഇത് റിട്ടയർമെൻറ്റ് ഏജ് കഴിഞ്ഞവർക്ക്, അതായത് 60 കഴിഞ്ഞവർക്ക്, അവർക്ക് ആങ്സൈറ്റി കൂട്ടും. അതിനൊരു പരിഹാരമായിട്ടാണ് ഗവൺമെൻറ് 2025 UPS, അതായത് യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമാണ് UPSൻ്റെ ഓപ്ഷൻ ഉള്ളത്. NPSലെ പെൻഷൻ മാർക്കറ്റ് ബേസ്ഡ് ആണെങ്കിൽ UPSലെ പെൻഷൻ ഫിക്സഡ് ആണ്. ലാസ്റ്റ് സാലറി വാങ്ങിച്ച എത്രയാണ്, നമ്മുടെ സർവീസ് എത്രയാണ്, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് UPSൻ്റെ പെൻഷൻ ഫിക്സ് ചെയ്യുന്നത്. ആ വ്യക്തി മരിച്ചാൽ സ്പൗസിന്, അതായത് പാർട്ട്ണറിന് ഫാമിലി പെൻഷൻ കിട്ടുകയും ചെയ്യും. NPSലും UPSലും വ്യക്തി മാസാമാസം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് മാച്ചിങ് ആയിട്ട് ഒരു തുക ഗവൺമെൻറ് നിക്ഷേപിക്കാറുണ്ട്. എന്നാൽ NPSൻ്റെ നമ്മൾ നിക്ഷേപിച്ച തുകയുടെ 60% 60 വയസ്സ് കഴിയുമ്പോൾ ലംസമായിട്ട് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ UPSൽ അങ്ങനെ ഒരു ലംസം തുക ലഭിക്കില്ല. ഇനിയാണ് മെയിൻ കൺഫ്യൂഷൻ ഏരിയ. NPS ഓപ്റ്റ് ചെയ്യണോ, UPS ഓപ്റ്റ് ചെയ്യണോ? ഞാൻ മനസ്സിലാക്കിയത് വെച്ച് എൻ്റെ അഭിപ്രായം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. റിട്ടയർമെൻറ്റ് ഏജ് 60 ആണല്ലോ. 50 വയസ്സിന് മുകളിലുള്ളവർ UPS ഓപ്റ്റ് ചെയ്യുക. ഇനി 45നും 50 വയസ്സിനും ഇടയിലുള്ളവർ, അവർക്ക് ലംസം എമൗണ്ട് വേണം, മാർക്കറ്റിൻ്റെ കയറ്റിറക്കങ്ങൾ കുഴപ്പമില്ല എങ്കിൽ NPS ഓപ്റ്റ് ചെയ്യുക. അല്ല, ലംസം എമൗണ്ടും വേണ്ട, മാർക്കറ്റിൻ്റെ ടെൻഷനും വേണ്ട എന്നുള്ളവർ UPS ഓപ്റ്റ് ചെയ്യുക. ഇനി 45 വയസ്സിന് താഴെയുള്ളവർ,
മാർക്കറ്റിൻ്റെ കയറ്റിറക്കങ്ങൾ അവരെ ബോദർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ NPS ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.